ഈ വിവരക്കേട് പറയുന്ന കാര്യത്തിൽ പി ജെ ജോസഫ് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അതിന്റെ അവസാന ഉദാഹരണമാണ് UDFന്റെ അടിത്തറ വികസിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് ജോസഫ് നൽകിയ വിശദീകരണം. അടിത്തറയെന്ന് പറഞ്ഞാൽ മുന്നണിയുടെ വികസനമല്ലെന്നും ജനകീയ അടിത്തറ വികസിപ്പിക്കുമെന്നുമാണ് പി ജെയുടെ വ്യാഖ്യാനം. ജോസഫ് ഗ്രൂപ്പിലും UDFിലും ചേരാൻ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്നവരെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ പി ജെ ഇങ്ങനെ പറഞ്ഞത്. കാലാകാലങ്ങളിലെ ഇംഗ്ലീഷും മലയാളവും ഭാഷയെ അദ്ദേഹത്തിന്റെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുവാൻ അദ്ദേഹത്തിനുള്ള കഴിവ് ചെറുതൊന്നുമല്ല. 2019 KM മാണി മരിച്ച കാലത്ത് പാർട്ടിയുടെ ചെയർമാന്റെ കസേര കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ചെയർമാൻ എന്ന് തുടങ്ങുന്ന ഒരു നീണ്ട വാചകം പാർട്ടി ബൈലോയിൽ എഴുതി വെച്ചിരിക്കുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടപ്പായിരുന്നു അക്കാലത്തെ മുഖ്യ പരിപാടി. കാലശേഷം മാണി സാർ പാർട്ടി ഇയാൾക്ക് തീരെഴുതി കൊടുത്തുവെന്നാണ് പി ജെ ധരിച്ചു വെച്ചിരുന്നത്. പണ്ഡിതനായതിന്റെ കുഴപ്പമാണത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭാഷാജ്ഞാനമില്ലാത്തതിന്റെ കുഴപ്പമായിരിക്കും. ഒരു യോഗം നടക്കുമ്പോൾ പാർട്ടി ചെയർമാൻ എന്തെങ്കിലും കാരണം കൊണ്ട് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ പെരുമാറാമെന്നാണ് ബയലോയിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മിക്ക എല്ലാ സംഘടനകളും, ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെ ഒക്കെ ബയലോയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒടുവിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് അത് മനസ്സിലായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് നടത്താനല്ലാണ്ട് മറ്റൊന്നിനും അധികാരമില്ലെന്നും തൊടുപുഴ മുട്ടത്തുള്ള സിവിൽ കോടതിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂവെന്നും വരെ പി ജെ വാദിച്ചു നോക്കി. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കടാ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അർത്ഥശങ്കയില്ലാതെ പറഞ്ഞതോടുകൂടി അത് ശരിയാണോ എന്നറിയാൻ കോടതികൾ മുഴുവൻ കയറി ഇറങ്ങി. ഒടുവിൽ സുപ്രീം കോടതിക്ക് മുകളിൽ കോടതി ഇല്ലാത്തത് കൊണ്ട് ആ ഉത്തരവിന് വഴങ്ങേണ്ടി വന്നു. അതാണ് പി ജെ. ശ്രീരാമകൃഷ്ണൻ എന്ന ഒരു സ്പീക്കർ മര്യാദക്കാരനായതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ അയോഗ്യനായനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടില കൊഴിഞ്ഞു വീഴും, പട്ടുപോകും, അഴുകിപ്പോകുമെന്നല്ല ഇടയ്ക്കിടെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണെന്ന് എഴുന്നേറ്റിരുന്ന് പറയുന്നത് പോലെ പുലപ്പിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ തോളിൽ കയറി ഇരുന്നിട്ടാണ് ഈ വീം പഠിക്കുന്നത്. ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനിടയിലാണ് UDFിലെ ബോധമുള്ളവർ ജോസഫിന്റെ വാക്ക് കേട്ട് ചവിട്ടിയിറക്കി വിട്ടത് തെറ്റായ നടപടിയായിരുന്നുവെന്നും അത് പുനഃപരിശോധിക്കണമെന്നും മാണി ഗ്രൂപ്പ് UDFിൽ തിരിച്ചു വരാൻ തയ്യാറാകണമെന്നും പരസ്യമായി അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ UDFിന്റെ മുതലാളി താനാണെന്നും ഇങ്ങോട്ടാരും വരേണ്ടതില്ലെന്നും പി ജെ അങ്ങ് പ്രഖ്യാപിച്ചു. സംഗതികളെല്ലാം ആധികാരികമായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ UDFിന്റെ മുതലാളി അല്ലേ. 2010 ഇടതുമുന്നണിയിൽ കയ്യിലിരിപ്പ് കൊണ്ട് വാടിത്തളർന്ന് നിന്നപ്പോൾ പി ജെക്ക് അല്പം കുളിർമ നൽകാൻ ഇപ്പോൾ ബോധപൂർവം തള്ളിപ്പറഞ്ഞ രണ്ടില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാണിയുടെ കാലം കഴിയുമ്പോൾ ആ രണ്ടിലത്തോട്ടം ചുളുവിലേക്ക് അടിച്ചു മാറ്റാമെന്ന് കരുതിയത് ജോസഫിന്റെ ഭാഗ്യദോഷം. ജോസ് കെ മാണി കരുതുന്നത് പോലെ കോൺഗ്രസ്സുകാർക്ക് ജോസിനോട് വലിയ വിരോധമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ജോസഫിനെയും കൂട്ടരെയും KM മാണി മുന്നണിയിലെടുക്കാൻ നേരത്ത്, അതായത് 2010 ഉമ്മൻചാണ്ടിയും കൂട്ടരും അതിന് തടയിടാൻ എത്രമാത്രം ശ്രമിച്ചതാണ്. കണ്ടകശ്ശേരി കൊണ്ടേ പോകും എന്ന് പറഞ്ഞതുപോലെയായിരുന്നു പിന്നീട് മാണി സാറിന്റെ കാര്യം. കോൺഗ്രസ്സുകാരുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് ഒരു പടി കൂടി കടന്ന് ഡൽഹിയിൽ നിന്ന് തന്നെ ജോസഫിനെ തൊടുപുഴ സ്ഥാനാർത്ഥിയായി KM മാണി അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി ഇതിന്റെ ദൂഷ്യവശങ്ങൾ മുഴുവൻ അന്നേ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയുമെന്ന്. മാണി സാർ അത് അറിഞ്ഞു, ചൊറിഞ്ഞു തന്നെ അറിഞ്ഞു. ജോസഫിനെ മുന്നണിയിൽ എടുക്കരുതെന്ന് അന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ ആവശ്യപ്പെട്ടതാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന് കൊടുത്ത നിവേദനം ഇന്നും മറുപടി ലഭിക്കാതെ ACC ആസ്ഥാനത്തിരിപ്പുണ്ട്. ഏതായാലും 5-6 മാസം കൊണ്ട് മാണി ഗ്രൂപ്പിന്റെ കഥ കഴിച്ച ജോസഫ് ഇപ്പോൾ കോൺഗ്രസിനെ മൊത്തത്തിൽ തീർക്കാനുള്ള പണിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ മൂത്താൽ ജോസഫിനെ ചവിട്ടി പുറത്താക്കിയിട്ട് മാണിയുടെ പുത്രനെ കൂടെ കൂട്ടാൻ പോലും കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാണ്. എന്താ ഔസപ്പച്ച, കോട്ടയത്തെ അതിരമ്പുഴയിൽ മത്സരിച്ച പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസിന്റെ രണ്ടിലയിൽ ചവിട്ടി തെറ്റി വീണ് പരിക്കേറ്റപ്പോൾ നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് കാലുവാരിയിട്ടാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി പൊട്ടിയത് എന്നല്ലേ? ഏറ്റുമാനൂർ സീറ്റ് ഇതോടെ കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇതാണ് കോൺഗ്രസിന്റെ ഒരു ബുദ്ധി. ജോസിനെ പ്ലാവില കാണിച്ചു വിളിക്കുന്നത് വളർത്താനല്ല, കൊല്ലാനാണെന്ന് മാണി ഗ്രൂപ്പുകാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാരെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഔസപ്പച്ച, കോൺഗ്രസ് എന്നും അങ്ങനെയാണ്.
ഇപ്പോൾ ജോസിനെ പരിഹസിക്കുവാൻ മാത്രമാണ് നിങ്ങളെ കൂടെ നിർത്തിയിരിക്കുന്നത്. റിപ്പീറ്റ് 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 റിപ്പീറ്റ്. ഇപ്പോൾ ജോസിനെ പരിഹസിക്കുവാൻ മാത്രമാണ് നിങ്ങളെ കൂടെ നിർത്തിയിരിക്കുന്നത്. എത്രമാത്രം മനസ്സ് വെന്തിട്ടാകും പരുന്തിന്റെ മുകളിൽ ഇരിക്കുന്ന കുരുവിയോട് ഔസേപ്പച്ചന്റെ പാർട്ടിയെ ഉപമിച്ചത്. ജോസ് ഇന്നേ വരെ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നത് ഓർക്കണം. അവർ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹമാണെന്ന് ധരിക്കരുത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താങ്കളെ കൊണ്ടുവന്ന സാക്ഷാൽ KM ജോർജിനോടും പിന്നീട് KM മാണിയോടും താങ്കൾ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയാവുന്നവരിന്നും ഇവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് മറക്കരുത്. വർഷം തോറും കല്ലറകളിൽ ആളാമ്പ്രതി എത്ര റീത്ത് വെച്ചാലും പാവക്കറ മാറില്ല.